പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ബോട്ടണി അധ്യാപകൻ, പേര് വിജീഷ്. അപ്പൊ നിങ്ങള് 8, 9, 10 ക്ലാസ്സുകളില് ബയോളജി ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് പഠിച്ചത്. എന്നാൽ നിങ്ങൾ ഹയർ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ, അതായത് +1, +2 ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഈ ബയോളജിയെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, 2 സബ്ജക്റ്റുകളായിട്ട് പഠിക്കുകയാണ്, ബോട്ടണി എന്നും സുവോളജി. അപ്പൊ ബയോളജിയെ നമ്മൾ 2 സബ്ജക്റ്റുകളായിട്ടാണ് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്നത്, ബോട്ടണി എന്നും സുവോളജി എന്നും. അപ്പൊ പ്ലാന്റ്സിനെ കുറിച്ചുള്ള പഠനമാണ് എന്തോന്ന്, ബോട്ടണി. അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന പാർട്ട്. ആനിമൽസിനെ കുറിച്ചുള്ള പഠനമാണ് സുവോളജി. അപ്പൊ ഇത് നമ്മൾ 2 എക്സാം ആയിട്ടാണ് എഴുതെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മൾ 2 എക്സാം ആയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എഴുതുമ്പോഴും ആൻസർ ഷീറ്റ് എഴുതുമ്പോഴും, പബ്ലിക് എക്സാമിന് ആൻസർ ഷീറ്റ് എഴുതുമ്പോഴും നമ്മൾ 2 സബ്ജക്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. പക്ഷേ നിങ്ങൾക്ക് അത് റിസൾട്ട് ആയിട്ട് വരുമ്പോൾ ബയോളജി എന്ന് പറയുന്ന ഒറ്റ സബ്ജക്റ്റ് ആയിട്ട് റിസൾട്ട് വരുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ ഏത് സബ്ജക്റ്റിന് മാർക്ക് കുറഞ്ഞാലും, ബോട്ടണി ആയാലും സുവോളജി ആയാലും, നിങ്ങൾക്ക് ടോട്ടലി ബയോളജിയിലാണ് കുറയുന്നത്. അങ്ങനെ 2 പ്രത്യേക സബ്ജക്റ്റുകളായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 2 വർഷവും കൂടി 200 മാർക്കിനാണ് ബയോളജി പഠിക്കാനുള്ളത്, 200 മാർക്കിന്. ഓക്കെ, അപ്പം ബോട്ടണി 100 മാർക്ക്, സുവോളജി 100 മാർക്ക്. പക്ഷെ ഞാൻ പറഞ്ഞു, അങ്ങനെ അറിയാൻ പറ്റുമോ, സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ മാർക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതിനകത്ത് 200 മാർക്കിൽ ആ മാർക്കിന്റെ പാറ്റേൺ നിങ്ങൾ അത് മനസ്സിലാക്കണം. അപ്പൊ നമ്മള് 8, 9, 10 ക്ലാസ്സുകളൊക്കെ പഠിച്ചു പോലെ അത്രയേറെ കുറച്ച് പോർഷൻസ് അല്ല ഉള്ളത്, ഇവിടെ കുറച്ച് അധികം പോർഷൻ ഉണ്ട്. നമുക്ക് +1 ഏകദേശം 22ഓളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, 22 ചാപ്റ്റേഴ്സ്. അതിലൊരു 11 ബോട്ടണി ചാപ്റ്ററും 11 സുവോളജി ചാപ്റ്ററും. എന്തായാലും 22 ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് +1ന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 80 മാർക്കാണ്. വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ടോട്ടൽ 200 മാർക്കിൽ 200 മാർക്കിൽ +1ന് എത്രയാണ്, 80 മാർക്കാണ്. ആ 80 മാർക്കില് 60 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ റിട്ടേൺ ആണ്, എഴുതി വാങ്ങേണ്ട മാർക്കാണ്, അല്ലെ? +1ന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ 80 മാർക്കില് 60 മാർക്ക് നിങ്ങൾക്ക് എങ്ങനെ കിട്ടേണ്ട മാർക്കാ, നിങ്ങൾ എഴുതി വാങ്ങേണ്ട മാർക്കാ. ബാക്കി 20 മാർക്ക് എന്ന് പറയുന്നത് ഇന്റേണൽ മാർക്കാണ്. ഇന്റേണൽ മാർക്ക് നിങ്ങൾക്ക് അറിയാം എന്താണ്, നിങ്ങൾ ആ അസൈൻമെന്റ് ഒക്കെ എഴുതി സബ്മിറ്റ് ചെയ്യുകയും അവിടെ പറയുന്ന കാര്യങ്ങൾ, ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ, വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണ് 20 മാർക്ക്. അങ്ങനെ ടോട്ടൽ എത്ര വരുന്നു, 80 മാർക്ക് വരുന്നു. ഓക്കെ അല്ലേ? എന്നാൽ നിങ്ങൾ +2 വരുമ്പോൾ അവിടെ 120 മാർക്കിനാണ്. 120, 80 കൂടി ആകുമ്പോൾ 200 ആവുമല്ലോ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എഴുതി വാങ്ങേണ്ട മാർക്ക് എത്ര തന്നെയാണ്, 60 മാർക്ക് തന്നെയാണ് എഴുതി വാങ്ങേണ്ടത്. അവിടെയും ഇന്റേണൽ എത്ര തന്നെ, 20 മാർക്ക് തന്നെ. അപ്പൊ അവിടെ 80 ആയി. ബാക്കി 40 മാർക്ക് എന്താണ്? ബാക്കി 40 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ +2ലെ പ്രാക്ടിക്കലാണ്. അതായത് +1ന്റെയും +2 കൂടി ചേർത്തിട്ട് +2ൽ മാത്രമേ പ്രാക്ടിക്കൽ ഉള്ളൂ. പക്ഷെ പ്രാക്ടിക്കലിന്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ +1ന്റെ ടോപ്പിക്കും ഉണ്ടാവും. ഓക്കെ, പക്ഷെ രണ്ടും കൂടി ചേർത്ത് +2ലാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വരുന്നത്. ബോട്ടണിയും സുവോളജിയും കൂടി 40 മാർക്കിനാണ് പ്രാക്ടിക്കൽ. ബോട്ടണിയും സുവോളജിയും കൂടി 40. അപ്പൊ +1ൽ ടോട്ടൽ എത്ര വരുന്നു, 60, 20, 80 മാർക്ക്. +2ല് 120 മാർക്ക്. അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ എത്ര മാർക്കാണ്, ടോട്ടല് 200 മാർക്കാണ്, അല്ലെ? 200 മാർക്കാണ്. ഇതില് 180 മാർക്കിന് മുകളിലോട്ട് വാങ്ങുന്നവർക്ക് എന്ത് കിട്ടും, A+ കിട്ടും. 180 മാർക്കിന് മുകളിലോട്ട് വാങ്ങിയാൽ നിങ്ങൾക്ക് A+ കിട്ടും. അങ്ങനെ 200. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഇയറിൽ 60 മാർക്ക് റിട്ടേൺ, 20 മാർക്ക് ഇന്റേണൽ. സെക്കൻഡ്, അപ്പൊ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ റിട്ടേൺ ഒരുപോലെയാണ്. എത്രയാ, 60 തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. എന്താണ് അവിടെ ഇന്റേണൽ എന്ത് ചെയ്യുന്നത്, 20. അപ്പം സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ അവിടെ പ്രാക്ടിക്കൽ 40 മാർക്കിന് വരുന്നു. അങ്ങനെയാണ് ടോട്ടൽ എത്ര വരുന്നത്, 200 മാർക്ക്. 2 വർഷവും കൂടി. ഫസ്റ്റ് ഇയർ 80, സെക്കൻഡ് ഇയർ 120. അപ്പൊ നമുക്ക് 2 വർഷം ഒരുപോലെ പ്രാധാന്യമാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയർ കുറച്ച് കൂടുതൽ മാർക്ക് വെച്ചിട്ട് സെക്കൻഡ് ഇയറിൽ കുറഞ്ഞു പോയാലോ A+ നഷ്ടമാവും, അല്ലെങ്കിൽ എന്താണ് നമുക്ക് നല്ല ഗ്രേഡ് കിട്ടാതെ പോകും. തിരിച്ച് ഫസ്റ്റ് ഇയറിൽ എന്താണ്, സെക്കൻഡ് ഇയറിൽ നല്ല മാർക്ക് വയ്ക്കുന്നത്, ഫസ്റ്റ് ഇയറിൽ കുറവ്, അവിടെയും പ്രശ്നമാണ്. അപ്പൊ നമുക്ക് 2 ഇയർ ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? 2 ഇയർ മാത്രമല്ല, ഞാൻ പറഞ്ഞു നമ്മുടെ ബയോളജിക്കകത്തുള്ള 2 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഈക്വൽ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിൽ ഏതിന് മാർക്ക് കുറഞ്ഞാലും ഒരുമിച്ച്, ബയോളജി എന്ന് പറഞ്ഞ ഒരുമിച്ച് റിസൾട്ട് വരുന്നത്. ഏതിന് മാർക്ക് കുറഞ്ഞാൽ അത് പ്രശ്നമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ആ മാർക്കിന്റെ പാറ്റേൺ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നോക്കിക്കോളൂ. നമുക്ക് ബോട്ടണിക്കകത്ത് പഠിക്കാൻ എത്ര ചാപ്റ്റേഴ്സ് എന്നാ പറഞ്ഞ, +1ല് നമുക്ക് 22 ചാപ്റ്റേഴ്സ് ടോട്ടൽ ബയോളജി. അതിൽ ബോട്ടണിക്കകത്ത് വന്ന 11 ചാപ്റ്റർ. എന്നാൽ +2 എത്തുമ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് 16 ചാപ്റ്റേഴ്സേ ഉള്ളൂ, 16 ചാപ്റ്ററുകൾ. അതിൽ 8 ബോട്ടണി, 8 സുവോളജി. അത് സെക്കൻഡ് ഇയറിൽ. എന്നാൽ ഫസ്റ്റ് ഇയറിലാണ് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിന്റെ എണ്ണം കൂടുതലുള്ളത്. 22 ബയോളജി ചാപ്റ്ററിൽ 11 ബോട്ടണി ഈക്വൽ ആണ്. 11 ബോട്ടണി, 11 സുവോളജി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ ആ ബോട്ടണിയുടെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാണ്. അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താണ് ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, പ്ലാന്റ്സിനെ, ആനിമൽസിനെ ഒക്കെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി കുറെ ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പല സയന്റിസ്റ്റുമാരും അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ക്ലാസിഫിക്കേഷൻ ആണ് ഫസ്റ്റ് ചാപ്റ്റർ. ബയോളജി, അവിടെ പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും എല്ലാവരുടെയും ക്ലാസിഫിക്കേഷൻ വരും. ഇവരുടെ സിമിലാരിറ്റിയുടെയും ഡിസിമിലാരിറ്റിയുടെ ഒക്കെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവരെ പല ഗ്രൂപ്പുകളിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവരെ പറ്റി നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്.
അപ്പൊ ഒരു ഗ്രൂപ്പിനകത്ത് 100 ഓർഗാനിസംസ് വരുമെങ്കിൽ അപ്പൊ അവരെ 1 by 1 ആയിട്ട് പഠിക്കേണ്ട. ആ ഒരു ഗ്രൂപ്പിന്റെ കോമൺ ക്യാരക്ടർ പഠിച്ചാൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും പറ്റി പഠിക്കുന്നതിന് ഈക്വൽ ആണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന രണ്ടാമത്തെ ചാപ്റ്റർ ആണ്, അതാണ് പ്ലാൻ കിങ്ഡം. സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരെന്താണ്? പ്ലാൻ കിങ്ഡം. അതിനകത്ത് അതായത് ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പ്ലാന്റ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ പ്ലാൻ കിങ്ഡം അല്ലെങ്കിൽ കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് സെക്കൻഡ് ചാപ്റ്റർ പ്ലാൻ കിങ്ഡം. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, അവിടെ ഒരു വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. എന്താണ് ഈ മോർഫോളജി? മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നാണ് മൂന്നാമത്തെ ചാപ്റ്റർ. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. മോർഫോളജി മീൻസ് എന്താണ്? എക്സ്റ്റേണൽ ക്യാരക്ടർ. ഒരു പ്ലാന്റിനെയോ അനിമലിനെയോ പുറമേ പഠിക്കുന്നത്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള കാര്യം. നമ്മൾ കണ്ടോ ഇപ്പൊ ഒരു പ്ലാന്റ് ലീഫ് ഗ്രീൻ കളർ, അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അല്ലെ? ഒരു പ്ലാന്റ് സ്റ്റെം ഹാർഡ് അല്ലെങ്കിൽ സോഫ്റ്റ് നമുക്ക് തൊട്ട് നോക്കും മനസ്സിലാവും. ഇങ്ങനെ പുറമേ ഉള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുന്നതാണ് എക്സ്റ്റേണൽ സ്റ്റഡിയാണ് മോർഫോളജി. എന്നാൽ ഇവരെ പറ്റി നമുക്ക് അകമേ, അവരെ കീറി മുറിച്ച്, അത് പ്ലാന്റുകളെ അനിമൽസിനെയൊക്കെ കീറി മുറിച്ച് അകത്തുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുന്നതാണ് അനാട്ടമി. അപ്പൊ അടുത്ത ചാപ്റ്റർ എന്താണ്? അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഓക്കെ അല്ലേ? അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പൊ മോർഫോളജി എക്സ്റ്റേണൽ സ്റ്റഡി ആണെങ്കിൽ അനാട്ടമി എന്താണ്? ഇന്റേണൽ സ്റ്റഡി. ഇനി അടുത്ത 2 ചാപ്റ്റർ എന്ന് പറയുന്നത്, നിങ്ങൾ സ്റ്റേറ്റ് സിലബസുകാര് 8ലും 9ലും ഒക്കെ പഠിച്ചു, CBSE-കാര് 9th 9ൽ പഠിച്ച ഒരു ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷൻ ആണ് സെല്ല്. അപ്പൊ അവിടെ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നോട്ട് ചെയ്യാനാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ്. യൂണിറ്റ് ഓഫ് ലൈഫ് അതാണ് നമ്മുടെ ബോട്ടണിയുടെ 5ാമത്തെ ചാപ്റ്റർ. 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, നിങ്ങൾ 2 ഡിവിഷനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരിക്കും, മൈറ്റോസിസും മിയോസിസ് ഒക്കെ. അപ്പം സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ, ഇതാണ് നിങ്ങളുടെ എത്രാമത്തെ ചാപ്റ്റർ? 6ാമത്തെ ചാപ്റ്റർ, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് 6 അല്ലെങ്കിൽ 11 ചാപ്റ്റർ നമുക്ക് ബോട്ടണിൽ ഉണ്ടെന്നറിയാം. ഇനി 5 ചാപ്റ്റർ. ആ അടുത്ത് വരാൻ പോകുന്ന 5 ചാപ്റ്ററുകളെ അറിയപ്പെടുന്നത്, ഇനി വരാൻ പോകുന്ന 5 ചാപ്റ്റേഴ്സിന് അറിയപ്പെടുന്നത് പ്ലാന്റ് ഫിസിയോളജി എന്നാണ്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ എന്താണ്, സുവോളജിക്കകത്ത് അനിമൽ ഫിസിയോളജി എന്ന് പറഞ്ഞൊരു ടോപ്പിക് വരുന്നുണ്ട്, 6 ചാപ്റ്റേഴ്സ്. അതുപോലെ തന്നെ ഇവിടെ പ്ലാന്റ് ഫിസിയോളജി എന്ന് പറഞ്ഞ 5 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കണം. അപ്പൊ ഈ 6ഉം 5ഉം കൂടി ആകുമ്പോൾ എത്രയാവും? 11 ചാപ്റ്റർ. അപ്പൊ ഈ 6 ചാപ്റ്റർ ഓർക്കുക: ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. അപ്പൊ ഇതിനോടൊപ്പം ഒരു 5 ചാപ്റ്റേഴ്സിന്റെ പേര് കൂടി ഞാൻ എഴുതുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളാം. അപ്പൊ 11 ചാപ്റ്റർ ആകുമ്പോൾ എന്തായി? ബോട്ടണി കംപ്ലീറ്റ് ആയി. 11 ചാപ്റ്റേഴ്സ്. അപ്പൊ അടുത്ത 5 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റിനകത്ത് 5 ചാപ്റ്റർ. ആ യൂണിറ്റിന് ഞാൻ പറഞ്ഞു പ്ലാന്റ് ഫിസിയോളജി. ഇപ്പൊ നമ്മുടെയൊക്കെ ബോഡിയിലെ കുറെ ഫിസിയോളജിക്കൽ ആക്ഷൻ ഉണ്ട്. ഡൈജഷൻ ഉണ്ട്, അബ്സോർഷൻ ഉണ്ട്, സർക്കുലേഷൻ ഉണ്ട്, റെസ്പിറേഷൻ ഉണ്ട്. അങ്ങനെ നമ്മുടെ ബോഡിയിൽ കുറെ പ്രോസസ് ഇല്ലേ? ഇതുപോലത്തെ പ്രോസസ്സുകൾ എവിടെയും ഉണ്ട്? പ്ലാന്റ്സിലും ഉണ്ട്. അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അവിടെ ഫോട്ടോസിന്തസിസ് ഉണ്ട് ഇല്ലേ? അവിടെ റെസ്പിറേഷൻ ഉണ്ട്. ഇതിനെയൊക്കെ പറ്റി പഠിക്കുന്നത്. അവിടെ ഹോർമോണുകളുടെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഫിസിയോളജിക്കൽ ആക്ഷൻസിനെ പറ്റി പഠിക്കുന്ന 5 ചാപ്റ്റേഴ്സ് പ്ലാന്റ് ഫിസിയോളജി. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിലെ എത്രാമത്തെ ചാപ്റ്റർ ആയിട്ട് വരും? 7ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്നാണ് കേട്ടോ. ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്, ഇതാണ് നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ, ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിങ്ങൾ സൈലോം ഫ്ലോയോ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. വാട്ടർ മിനറൽസിനെ ലീഫിലോട്ട് എത്തിക്കാൻ ആരുണ്ട്? സൈലം ഉണ്ട്. അവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിനെ പ്ലാന്റ് എല്ലാ പാർട്ടുകളിലേക്ക് എത്തിക്കാൻ ആരുണ്ട്? ഫ്ലോയോ ഉണ്ട്. അവരെ പറ്റി പഠിക്കുന്നതാണ് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. അത് കഴിഞ്ഞ് മിനറൽ ന്യൂട്രീഷൻ. മിനറൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ്സിന് ആവശ്യമുള്ള കുറെ എലമെന്റ്സ് ഉണ്ട് അല്ലെ? സോഡിയം, പൊട്ടാസ്യം, സൾഫർ, മെഗ്നീഷ്യം, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറെ എലമെന്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പല എലമെന്റ്സും എന്താണ് പ്ലാന്റ്സിന് ആവശ്യമായ അളവിൽ കിട്ടിയാലേ പ്ലാന്റിലുള്ള ചില ആക്ടിവിറ്റീസ് ഒക്കെ നടക്കും. അപ്പൊ അവരെ കുറിച്ച് ഏതൊക്കെ എലമെന്റ് എത്രയൊക്കെ ക്വാണ്ടിറ്റിയിൽ വേണം അതിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്തോന്ന്? മിനറൽ ന്യൂട്രീഷൻ. 8. അടുത്ത 9ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. ഇതിനാ ഹയർ പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. ഹയർ പ്ലാന്റ്സിലെ ഫോട്ടോസിന്തസിസ് നമുക്ക് ലോവർ പ്ലാന്റുകളായ ആൽഗെ അങ്ങനെയുള്ള പ്ലാന്റുകളുടെ ഒന്നും ഫോട്ടോസിന്തസിസ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. ഇത് ഹയർ പ്ലാന്റുകൾ, വലിയ മരങ്ങളുടെ, അതായത് അഞ്ചോസ്പോംസ്, ജിംനോസ്പോംസ് പോലുള്ള ഹയർ പ്ലാന്റുകളുടെ ഫോട്ടോസിന്തസിസ് ആണ് ഇവിടെ പഠിക്കാനുള്ള. ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. അടുത്ത 10ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, ഇതാണ് നിങ്ങളുടെ എത്രാമത്തെ ചാപ്റ്റർ? 10. ഇനി ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മള് 10th പഠിക്കുന്നില്ലേ കുറെ ഹോർമോണുകൾ. അതുപോലെ പ്ലാന്റിൽ എന്താണ് 10th പഠിച്ചിട്ടുണ്ട് ഈ പ്ലാന്റ് ഹോർമോൺ, ഓക്സിൻ, ഗിബെർലിൻ, സൈറ്റോകിൻ, നെത്തിലിൻ, അബ്സസിക് ആസിഡ്, അങ്ങനെ കുറെ പ്ലാന്റ് ഹോർമോൺസ് പഠിച്ചില്ലേ? അപ്പൊ അവരുടെ ആക്ടിവിറ്റീസിനെ പറ്റി പഠിക്കുന്നതാണ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ലാസ്റ്റ് ചാപ്റ്റർ. പ്ലാന്റ്
ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അങ്ങനെ നമുക്ക് 11 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളെ +1 പഠിക്കണം. അപ്പൊ അതിന് ഈ 11 ചാപ്റ്റേഴ്സ് പഠിച്ച് നിങ്ങൾ 60 മാർക്കിനാണ് റിട്ടേൺ ടെസ്റ്റ് എഴുതേണ്ടത്, എഴുത്ത് പരീക്ഷ. അത് കഴിഞ്ഞിട്ട് 20 മാർക്കിന്റെ അങ്ങനെ +1 ടോട്ടൽ 80 മാർക്കിനാണ്. ഓക്കെ അല്ലേ? അപ്പൊ ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണ്? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, മോർഫോളജി ഓഫ് ഫ്ലോറൻ പ്ലാന്റ്സ്, അനാട്ടമി ഓഫ് ഫ്ലോറൻ പ്ലാന്റ്സ്, സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ, ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്, മിനറൽ ന്യൂട്രീഷൻ, ഫോട്ടോസിന്തസിസ് ഇൻ ഹെയർ പ്ലാന്റ്സ്, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, ലാസ്റ്റ് ചാപ്റ്റർ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും ഒരു ബുക്കിൽ ഒരു സൈഡിൽ നമ്മൾ ആ ചാപ്റ്ററിന്റെ നോട്ട് എഴുതും. അതേ ബുക്കിന്റെ തന്നെ ബാക്ക് സൈഡിൽ, അതായത് പുറകുവശം നമ്മൾ എന്ത് ചെയ്യും, ആ പഠിച്ച് കംപ്ലീറ്റ് ആക്കിയ ചാപ്റ്ററിന്റെ, പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററിന്റെ ടെക്സ്റ്റിലുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മുടെ കുറെ പ്രീവിയസ് കഴിഞ്ഞ ഒരു 10-12 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. അപ്പം തരുന്ന വർക്കുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴും നമ്മൾ എന്ത് എഴുതും, അതിന്റെ ടെക്സ്റ്റിലുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. അപ്പം എല്ലാവരും വളരെ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. ഏതൊക്കെയാണ് ബോട്ടണി, 11 ബോട്ടണി ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞ 15 ചാപ്റ്റർ എന്താണ്, സുവോളജിയാണ്. ഇത് നോട്ട് ചെയ്ത് വെച്ച് കൃത്യമായിട്ട് എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക.